ഗൈസ്, കാൽപന്ത് ടോക്സിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് യൂറോ കപ്പിന്റെ ഫൈനലിന്റെ പ്രീ മാച്ച് അനാലിസിസ് ആണ്. അപ്പോൾ വീഡിയോയിലേക്ക് സ്വാഗതം. ആൻഡ് എന്താ ഒരു കളി പോലും തോൽവി അറിയാതെ ഫൈനലിലേക്ക് എത്തിയിരിക്കുകയാണ് ഒരു വശത്ത് സ്പെയിൻ. എന്താ ചരിത്രത്തിൽ തന്നെ യങ്ങസ്റ്റ് ഗോൾ സ്കോറർ ഇൻ യൂറോ ലമീൻ യമാൽ ഒന്നടങ്കം അടങ്ങുന്ന സ്പെയിനാണ് ഒരു വശത്ത്. മറുവശത്ത് തട്ടിമുട്ടി എങ്ങനെയൊക്കെയോ സെമി വരെ എത്തി. എന്നാൽ സെമിയിൽ ഭയങ്കര സർപ്രൈസിങ് ആയിട്ട് കളിച്ച് നമ്മളെയൊക്കെ അതിശയിപ്പിച്ച്, അതുകൊണ്ട് തന്നെ ഫൈനലിൽ ഭയങ്കര ഒരു മത്സരമാണ് നമ്മൾ എല്ലാവരും കാത്തിരിക്കുന്നത്. ഫർദീൻ, എന്തുമാത്രം സാധ്യതകളാണ് ഇംഗ്ലണ്ടിന് കാണുന്നത്? സത്യം പറഞ്ഞാൽ എന്താ പറഞ്ഞ ഒരു ക്വാർട്ടർ ഫൈനൽ പ്രീ ക്വാർട്ടർ ഫൈനൽ സ്റ്റേജിലുള്ള ആ ഒരു എക്സ്പെക്ടേഷനേക്കാൾ എത്രയോ അധികമായിരുന്നു. കാരണം നെതർലാൻഡ്സിന്റെ പെർഫോമൻസിന് ശേഷം നല്ലൊരു എക്സ്പെക്ടേഷൻ, ജയിക്കാൻ കഴിയും തന്നെയാണ് എന്താ പറയുന്ന ഒരു പ്രതീക്ഷയുണ്ട്. ജയിക്കാൻ തീരെ പറ്റാതെ ഒരു അണ്ടർഡോഗ് തന്നെയാണ്. സ്പെയിനാണ് ഫേവറേറ്റ്സ്. എന്നിരുന്നാൽ പോലും നമുക്ക് ലൈന് കടക്കാൻ പറ്റും, അച്ചീവ് ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു പ്രതീക്ഷ ഇപ്പോ ഉണ്ട്. കാരണം പ്ലേയേഴ്സിന്റെ ആത്മവിശ്വാസവും കോൺഫിഡൻസും മൊത്തത്തിൽ ടീമിലുള്ള റെസിലിയൻസും ബാറ്റിലും എന്താ പറയുന്ന ഇപ്പൊ ഒരു ഗോൾ വാങ്ങിയാൽ തന്നെ തിരിച്ച് രണ്ടടിക്കാനുള്ള ഒരു മെന്റാലിറ്റി ടീമിനുണ്ട്, എല്ലാ പ്ലേയേഴ്സിനും ഉണ്ട്. അപ്പോ എന്താ പറയുന്നത്, നമ്മളെ ടാക്ടിക്കൽ ബ്രില്യൻസിനേക്കാൾ ഒരു എന്താ പറയുന്ന ഒരു യൂണിറ്റി ആണ്. ആ ഒരു മെന്റാലിറ്റി ഉള്ള ടീം തന്നെ എതിർവശത്ത്. നമ്മള് ഫ്രാൻസിനെതിരെ സ്പെയിനിന്റെ കളി കണ്ടു. ഒന്ന് കിട്ടിയപ്പോ തിരിച്ച് രണ്ടടിച്ചത് എന്ത് മനോഹരമായിട്ടാണ് സ്പെയിൻ. അതാണ് സ്പെയിന് അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ അവർ യൂണിറ്റി മാത്രമല്ല, അവർ റെസിലിയൻസ് മാത്രമല്ല, ടാക്ടിക്കലി വളരെ മുന്നോട്ടാണ്. ഇംഗ്ലണ്ടിനെക്കാളും വളരെ ബ്രില്യന്റ് ആയ ടീമാണ്. മിഡ്ഫീൽഡാണ് എടുത്ത് പറയുന്നത്. ബെസ്റ്റ് മിഡ്ഫീൽഡാണ്. ബെസ്റ്റ് ടീം ഓഫ് ദി ടൂർണമെന്റ് എടുത്ത 3 പേരും ഉണ്ടാവും. ആ ഒരു മിഡ്ഫീൽഡാണ് ഇംഗ്ലണ്ട് ഏറ്റവും വലിയ ചാലഞ്ച് ആയിട്ട് വരുന്നത്. അപ്പോ എന്തായാലും അപ്പർ ഹാൻഡ് സ്പെയിനാണ്. അതുകൊണ്ട് തന്നെ ചെറിയ പ്രഷർ ലാസ്റ്റ് യൂറോസിൽ ഇംഗ്ലണ്ട് ആയിരുന്നു ഫേവറേറ്റ്സ് ഇറ്റലിക്കെതിരെ. ഇറ്റലി നോക്കൌട്ട്സിൽ എന്ന് പറഞ്ഞ ആവറേജ് പെർഫോമൻസ് ആയിട്ട് മീഡിയ ഹൈപ്പുകാരനല്ലോ ഇംഗ്ലണ്ട് ആയിരുന്നു. പക്ഷെ ഇപ്രാവശ്യം സ്പെയിൻ തന്നെയാണ് ഇപ്പോ മീഡിയാസിനോ അല്ലെങ്കിൽ അണ്ടർഡോഗ്സ് ആണ് ഇംഗ്ലണ്ട്. സപ്പോർട്ട് ഉണ്ടെന്നേ ഉള്ളൂ. ഈ ഹൈപ്പ് മീഡിയ കൊടുക്കുന്നല്ലാണ്ട് അണ്ടർഡോഗ്സ് തന്നെയാണ് ഇംഗ്ലണ്ട്. അപ്പോ ആ ഒരു അണ്ടർഡോഗ് ആയതുകൊണ്ട് തന്നെ ഒരു ചെറിയ പ്രതീക്ഷയുണ്ട്. പിന്നെ സ്പെയിനെ ചേർത്ത് നിൽക്കാൻ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് ആ വിങ് പ്ലേയേഴ്സും ആ മിഡ്ഫീൽഡ് തന്നെയാണ്. അവരുടെ ഡിഫൻഡിനേക്കാൾ മിഡ്ഫീൽഡും അറ്റാക്കിംഗ് ആണ് ഏറ്റവും ഡേഞ്ചറസ് ആയിട്ട് വരുന്നത്. അവരെങ്ങനെ ചേർത്ത് നിൽക്കുന്നതാണ് ഇപ്പോ കണ്ടറിയേണ്ടത്. ഏറ്റവും ശ്രദ്ധേയമായ കാര്യം ലൂക്ക് ഷോ ഷാട്ട് ചെയ്യണമെന്നാണ് യമാലിനെതിരെ. എന്തായിരുന്ന ട്രിപ്പിയറെ കൊണ്ട് എന്തായാലും പറ്റും. കാരണം ട്രിപ്പിയർ വളരെ സ്ലോ ആണ്. പുള്ളി എന്താ പറയുക ഡിക്ലൈൻ ആയി, ഓൾമോസ്റ്റ് ഫാസ്റ്റ് സ്റ്റെപ്പ് ആയി. അതുപോലെ യമാലിനെ പോലെ സ്പീഡ് ചെയ്യാൻ എന്താ പറയുന്ന റോ പ്ലെയറിനെ പിടിച്ചേക്കാനുള്ള ശക്തി ഒന്നും എന്തായാലും ട്രിപ്പിയറിനില്ല. ആ സൈഡ് ഗുയ എത്ര സെന്റർ ബാക്ക് ആണ്. അപ്പോ ഫാസ്റ്റ് അത്ര ട്രാക്ക് ചെയ്യാനും പറ്റില്ല. അപ്പോ ലൂക്ക് ഷോ ഇറങ്ങുന്നത് വളരെ ക്രൂഷ്യൽ ആയിട്ട് ഒരു മൂവ് ആയിരിക്കും ഇംഗ്ലണ്ടിൽ. ലൂക്ക് ഷോ എന്തായാലും സ്റ്റാർട്ട് ചെയ്യണം. ഇപ്പൊ ഫുൾ ഫിറ്റ് ചെയ്യാൻ പുള്ളി. എന്തായാലും യമാൽ എന്തിരുന്നാലും അൺസ്റ്റോപ്പബിൾ ആണ്. എന്തെങ്കിലും ഒരു പ്രതീക്ഷ വേണമെങ്കിൽ ആ സൈഡ് ലൂക്ക് ഷോ ഇറങ്ങണം. പിന്നെ ഒരു ബാറ്റിൽ നമുക്ക് കാണാവുന്ന വാക്കറും നിക്കോ വില്യംസ് തമ്മിലാണ്. അപ്പോ നിക്കോ വില്യംസ് ഒക്കെ നോക്കൌട്ട്സിൽ കുറച്ചൊന്ന് പുറകിലോട്ട് വന്ന പോലെ കളി വന്ന് യമാലിനെ പോലെ അത്ര കൺസിസ്റ്റന്റ് ആയിട്ട് കളിക്കുന്നത് കാണുന്നില്ല. അതുകൊണ്ട് വാക്കറിനെ ഒന്ന് ആഞ്ഞു പിടിക്കാവുന്നതേ ഉള്ളൂ. പക്ഷെ വാക്കർ ആ ഡിക്ലൈനിങ് ഫേസിലുള്ളത് കൊണ്ട് തന്നെ ചാലഞ്ചിങ് ആണ്. അപ്പോ ഈ വിങ്ങേഴ്സിനെ പിടിച്ചിരിക്കാനാണ് ഒരു പണി. പക്ഷെ ഇതല്ല ഏറ്റവും വലിയ പണി എന്ന് വെച്ചാൽ മിഡ്ഫീൽഡ് ചേർത്തിക്കാണ്. കാരണം റോഡ്രി, ഓൾമോ, ഫാബിയൻ റൂയിസ് ഈ പെർഫെക്റ്റ്ലി ബാലൻസ്ഡ് ആയി മിഡ്ഫീൽഡ് എങ്ങനെ ചേർത്ത് നിൽക്കുന്നതാണ് പ്രശ്നം. പ്രശ്നം എന്ന് വെച്ചാൽ നമ്മൾ 2 മിഡ്ഫീൽഡ് എടുക്കുന്ന പ്ലെയർ ആണ്, മൈനും റൈസ് ആണ്. അവർ 3 പേരുണ്ട്. അതുകൊണ്ട് ഈ പ്ലേയേഴ്സ് ഇപ്പൊ ഓഫ് ദ ബോൾ ബെല്ലിംഗാമും ഫോർഡനും വന്നാൽ തന്നെ എന്നാലും അവർ മിഡ്ഫീൽഡ് അവർക്കാണ് അഡ്വാൻറ്റേജ്. അപ്പൊ ഈ മിഡ്ഫീൽഡ് എങ്ങനെയെങ്കിൽ റോഡ്രിയെ എതിർക്കേണ്ടത് മെയിൻ കെയ്നാണ്. കെയ്ൻ അങ്ങനെ പ്രസ് ചെയ്യാത്ത പ്ലെയർ ആണ്. അപ്പോ ഒരു ഡിഫൻസീവ് മിഡ്ഫീൽഡർ സ്ട്രൈക്കർ പ്രസ് ചെയ്താലേ എതിർ ഓപ്പോസിഷൻ എന്താ പറയുക പ്രഷർ വരും. ആ ഒരു സംഭവം നമ്മളെ ഭാഗത്ത് നിന്ന് ഉണ്ടാവാൻ ചാൻസ്. അല്ലെങ്കിൽ അത് ചെയ്യാൻ പറ്റുന്ന ഒരേ ഒരു പ്ലെയർ നമ്മുടെ ടീമിൽ ബെല്ലിംഗാം മാത്രമാണ്. ബെല്ലിംഗാം സ്റ്റെപ്പ് അപ്പ് ചെയ്താലേ വല്ലതും നടക്കും. അപ്പോൾ ഫാബിയൻ റൂയിസും മൈനും തമ്മിൽ, അപ്പൊ മൈനും ഫാബിയൻ റൂയിസ് നല്ലൊരു ചാലഞ്ച് കൊടുത്തേ വല്ലതും നടക്കും. അതേപോലെ ഓൾമോനെയും മൊറാട്ടനെയും തടുക്കേണ്ടത് റൈസിന്റെ ജോലിയാണ്. അതുകൊണ്ട് റൈസിന് അത് മാത്രമല്ല, വിങ്ങേഴ്സിന്റെ ബാക്ക് റൺസ് ബിഹൈൻഡ് റൺസും റൈസിന് ഹെവി ഡ്യൂട്ടി ആയിരിക്കും, റൈസിനും സ്റ്റോൺസിനും. അപ്പോ ഓൾമോ പിടിക്കേണ്ടതായിരിക്കും റൈസിന് ഏറ്റവും. ഓൾമോ എന്തായാലും ഫ്രീ റോൾ കളിക്കുന്നതുകൊണ്ട്
റൈസ് എങ്ങനെ പിടിക്കുന്നതാണ്. പിന്നെ ഫാബിയൻ റൂയിസും മൈനും തമ്മിലായിരിക്കും. ഫാബിയൻ റൂയിസ് എക്സ്പീരിയൻസും പിന്നെ ഈ ടൂർണമെന്റിലുള്ള പുള്ളിയുടെ ഫോം എത്രത്തോളം മെയിനും ഒക്കെ ചാലഞ്ചിങ് ആവും നമുക്ക് കണ്ടറിയണം. മെയിനും നല്ല ഏറ്റവും ഇംഗ്ലണ്ടിന്റെ ബെസ്റ്റ് എന്ന് പറയുന്ന പെർഫെക്ഷനിസ്റ്റ് പാസറും ഓവറോൾ മിഡ്ഫീൽഡറുമാണ്. അപ്പോൾ ആ ഒരു ബാറ്റിലാണ് കണ്ടറിയേണ്ടത്. പിന്നെ കെയിനാണ് തീരെ കെയിന് ഗോൾസ് അടിക്കുന്നെങ്കിൽ ഒരു 3 ഗോളൊക്കെ അടിച്ചിരുന്നെങ്കിൽ പക്ഷെ തീരെ ഇമ്പാക്ട് ഉണ്ടാക്കാൻ പറ്റുന്നില്ല. ഈവൻ വാട്കിൻസ് ടോണി ഒക്കെ എത്ര 10 മിനിറ്റ് 5 മിനിറ്റ് ഒക്കെ കളിച്ചിട്ട് കെയിൻ ഉണ്ടാക്കിയ ആൾക്ക് ഡബിളോ ട്രിപ്പിള് റൺസും ആണെങ്കിലും ഹോൾഡ് പ്ലേ ആണെങ്കിലും ലിങ്ക് പ്ലേ ആണെങ്കിലും എല്ലാം കെയിൻ എന്താ തീരെ ഫിറ്റ് അല്ലാതെ കാണിക്കും. റൊണാൾഡോ കളിക്കുന്നില്ല. റൊണാൾഡോ എങ്ങനെ കുറച്ച് കളിച്ചു അതേപോലെയാണ് കെയിൻ ഇംഗ്ലണ്ട് കളിക്കുന്നത്. പുള്ളി കഴിഞ്ഞ യൂറോസിൽ വേൾഡ് കപ്പിൽ കളിച്ച പോലെ ഒന്നല്ല, തീരെ പോരാ. അതുകൊണ്ട് കെയിൻ ഇപ്പൊ ഈ ഒരു ലെവൽ കളിക്കുകയാണെങ്കിൽ 60 മിനിറ്റിലൊക്കെ ആകുമ്പോൾ കെയിനെ പുറത്തിട്ട് ഈവൻ ടോണി ഓർ വാട്കിൻസ് രണ്ട് ഡിഫറെന്റ് പ്രൊഫൈൽ പ്ലേയേഴ്സ് ആണ് ടോണി വാട്കിൻസ് ആണെങ്കിലും. എന്നാൽ ടോണി ആണെങ്കിൽ ഹോൾഡ് പ്ലേ ലപ്പോർട്ടിനൊക്കെ ഉള്ള ചാലഞ്ച് ആവും മാച്ചൊക്കെ. ഇപ്പോ വാട്കിൻസ് ആണെങ്കിൽ നല്ല പേസ് കുറച്ച് പൊസിഷണൽ അവയർനെസ് മൊറാട്ട ടൈപ്പ് ഒരു സ്പീഡി പ്ലെയർ ആണ്. അപ്പൊ ഇവരൊക്കെ കെയിന് ഇതേപോലെയാണ് കെയിന് പെട്ടെന്ന് ഇറക്കുന്നതായിരിക്കും. ടീമിന് വേണ്ടി ഒരു പ്ലെയറിന്റെ ഫേവറിസം അല്ല. ഇപ്പൊ ബെല്ലിംഗാമോ കെയിൻ ആര് ഡിക്ലൈൻ ആയതും ആ പ്ലെയർ അപ്പൊ തന്നെ മാറ്റിയിട്ട്, കാരണം ബെല്ലിംഗാമോ ഇപ്പൊ ഫോം ഔട്ടായാലും പാമർ ഉണ്ട് ഓപ്ഷൻ. ഇപ്പൊ ഓപ്ഷൻസ് ബെഞ്ചിൽ ഇഷ്ടം പോലെ ഉണ്ട്. ഇവൻ ബെഞ്ചിൽ ആന്റണി ഗോർഡൻ ഉണ്ട്. ഇപ്പൊ വിങ്ങർ ഫോർഡന് ഇപ്പൊ വിങ്ങിലേക്ക് സ്വിച്ച് ചെയ്താൽ അത് റിപ്ലേസ് ചെയ്യാൻ ഗോർഡനും കൂടിയുണ്ട്. അപ്പോ നമുക്ക് ഇറപ്ലേസബിൾ ആയിട്ട് ഒരു പ്ലെയർ ഫോർവേഡ് സാക്ക മാത്രമേ ഉള്ളൂ. സാക്കാനായിരിക്കും ത്രൂഔട്ട് കളിപ്പിക്കേണ്ട പ്ലെയർ. ബാക്കി ഏത് പ്ലെയർ ഡിക്ലൈൻ ആണെങ്കിലും ആ പ്ലെയറിനെ സബ് ചെയ്ത് കളിപ്പിക്കുക. ആര് നമുക്ക് അത്യാവശ്യം ആ പ്ലെയറെ ഇൻട്രൊഡ്യൂസ് ചെയ്യാം. അങ്ങനെയാണ്. പിന്നെ എനിക്ക് തോന്നുന്ന ഏറ്റവും അറ്റാക്കിംഗ് ത്രെട്ട് വരുന്ന അൽവാറോ മൊറാട്ടയ്ക്ക്. പുള്ളിയെ എങ്ങനെ ചേർത്ത് നിൽക്കുക അതാണ് എന്താ പറയുന്ന നമ്മളെ ഏറ്റവും വലിയ തലവേദന തരുന്ന മൊറാട്ടയ്ക്ക്. കാരണം പുള്ളിയായിരിക്കും ഈ റൈസിനെയും ഷോൺസിനെയും ഒക്കെ ഫ്രണ്ട് ബ്ലോക്കിലേക്ക് കൊടുത്തൊരു സ്പേസ് ക്രിയേറ്റ് ആക്കാൻ ഏറ്റവും കൂടുതൽ സഹായിക്കുന്ന പ്ലെയർ. അപ്പോ ഇവരൊക്കെ എങ്ങനെ തടുത്തു നിൽക്കുന്നതാണ് കണ്ടറിയാം. നമുക്ക് നോക്കാം, കണ്ടറിയാം. ഓക്കെ. ഇനി എന്താ പറഞ്ഞതുപോലെ തന്നെ ഈ മിഡ്ഫീൽഡ് ബാറ്റിൽ ആര് ഹാൻഡിൽ ചെയ്യുന്നു, അതായത് മിഡ്ഫീൽഡിൽ ബോള് ആര് നന്നായി കളിക്കുന്നു അവര് തന്നെയായിരിക്കും ഈ യൂറോ കപ്പും കൊണ്ട് ഫോമിലേക്ക് പോവുക. അപ്പോ മിഡ്ഫീൽഡ് ബാറ്റിലിന്റെ കാര്യത്തിൽ നോക്കിയാൽ സ്പെയിൻ അപ്പർ ഹാൻഡ്. പക്ഷേ നെതർലാൻഡുമായിട്ടുള്ള ഒരു ഇംഗ്ലണ്ടിന്റെ മത്സരത്തിന് ശേഷം സ്പാനിഷ് ഫാൻസ് അത്രയും കോൺഫിഡൻസിലാണോ? എനിക്ക് തോന്നുന്നത് സ്പാനിഷ് ഫാൻസ് ഇപ്പോഴും അതേ കോൺഫിഡൻസ് തന്നെയാണെന്ന്. അവർക്ക് വലിയ പ്രശ്നമൊന്നും ഉണ്ടാകേണ്ട കാര്യമില്ല. കാരണം ടൂർണമെന്റിലെ ഏറ്റവും കൺസിസ്റ്റന്റും ഏറ്റവും ബെസ്റ്റും ആയ മിഡ്ഫീൽഡ് ഉണ്ട്. ഈവൻ സബ് എടുത്ത് നോക്കിയാലും മിഡ്ഫീൽഡിന്റെ കാര്യത്തിൽ സ്പെയിനിനെ തോപ്പിക്കാൻ പറ്റൂല. വരുന്ന മിക്കേൽ മെറീനോ ആയാൽ കൂടെ അത്രയും കൺസിസ്റ്റന്റ് ആയിട്ട് അപ്പൊ കളിക്കുന്നത്. അയാളൊരു ബോക്സ് ടു ബോക്സ് റോൾ അയാൾ പെർഫെക്റ്റ് ആയിട്ട് ചെയ്യും. ആൻഡ് റൂയിസ് ഈ ടൂർണമെന്റിലെ ചിലപ്പോ നാളെ അധികം ഏറ്റവും ചാൻസ് ഉള്ള പ്ലെയർ ആണ് പ്ലെയർ ഓഫ് ദി ടൂർണമെന്റ് അടിക്കാൻ. സോ എന്റെ ഒരു പെർസ്പെക്റ്റീവില് കൊടുക്കണം, അയാൾക്കാണ് കൊടുക്കേണ്ടത്, വേറെ ആർക്കും അങ്ങനെ കൊടുക്കാനൊന്നും പാടില്ല. ആൻഡ് അത്രയും നല്ല പ്ലേയേഴ്സ് ഉള്ള മിഡ്ഫീൽഡ് ബാറ്റിൽ അവർക്കൊരു പ്രശ്നമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. സ്പെയിന് വളരെ ഇത്രയും കംഫർട്ടബിൾ ആയിട്ട് കളിക്കുന്നതും മിഡ്ഫീൽഡ് ഉള്ളതുകൊണ്ടാണ്. അവർക്കൊരു 70 മിനിറ്റ്സിന് ശേഷം മാത്രമേ ഒരു പ്രശ്നം വരുന്നുള്ളൂ. അവിടെ ഇപ്പം ഓൾമോനെ ഇറക്കിയിട്ട് ബൂസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. മറ്റേത് അവർക്ക് അങ്ങനെയാണ് യൂഷ്വലി ചെയ്തുകൊണ്ടിരുന്നത്. പെഡ്രീനെ സബ് ചെയ്ത് ഓൾമോനെ ഇറക്കുമ്പോൾ അവർക്ക് ഒരു അപ്പർ ഹാൻഡ് ആണ് ഉണ്ടായിട്ടുണ്ടായിരുന്നത്. ഇപ്പം പെഡ്രി ഇല്ലാത്തൊരു സിറ്റുവേഷൻ ആണെങ്കിൽ കൂടെ അവർക്ക് സ്റ്റിൽ അഡ്വാൻറ്റേജസ് മാത്രമേ ഉള്ളൂ. ഒരു ഡിസഡ്വാൻറ്റേജും കാണാത്ത ഒരു ടീമാണ് സ്പെയിൻ. ആകെ പ്രശ്നം ഉണ്ടാവുക അഥവാ ഇംഗ്ലണ്ട് നല്ലപോലെ കൗണ്ടർ അടിച്ചാൽ മാത്രമേ പ്രശ്നം ഉണ്ടാവും. സാക്ക, ഫോഡൻ, ബെലിംഗം ഇവര് മൂന്നാളും ക്വിക്ക് പ്ലേയേഴ്സ് ആണ്. ലെനോമാൻഡ് ആയാലും ലപ്പോർട്ട് ആയാലും കമ്പാരിറ്റീവ്ലി സ്ലോ ആണ്. സാക്ക, ബെലിംഗം, ഫോഡൻ ഇവര് മൂന്നാളും നല്ല പേസി ആയിട്ടുള്ള പ്ലേയേഴ്സാണ്. കമ്പാരിറ്റീവ്ലി സ്പെയിനിന്റെ ഡിഫൻസ് ആയിട്ട് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ അവർക്കൊരു ഇന്റൻസിറ്റി അപ്പർ ഹാൻഡ് ഉണ്ട്. കൗണ്ടേഴ്സിൽ അവർ വളരെ ക്വിക്ക് ആയതുകൊണ്ട് ഈസിലി ബീറ്റ് ചെയ്യാൻ പറ്റും. പക്ഷെ ഇംഗ്ലണ്ട് നാളെ സിറ്റ് ബാക്ക് ചെയ്ത് കളിച്ചാൽ, ഇവർ ത്രൂ ഔട്ട് ഒരു കളി ഈ ടൂർണമെന്റിൽ എങ്ങനെ കളിച്ചോ അതുപോലെ കളിച്ചാൽ വലിയൊന്നും പറയാനില്ല. പക്ഷെ നെതർലാൻഡ്സിനോട് അടിപൊളിയായിട്ട് കളിച്ചിട്ടുണ്ട്. അത് ആ ഒരു നെതർലാൻഡ്സിന്റെ മിഡ്ഫീൽഡ് വീക്ക് ആയതുകൊണ്ടാവും ആ ഒരു അപ്പർ ഹാൻഡ് നമുക്ക് കണ്ടത്. കാരണം നെതർലാൻഡ്സ് ഈ
ടൂർണമെന്റിൽ വരുമ്പോൾ അവരെ മെയിൻ മിഡ്ഫീൽഡേഴ്സ് ഒക്കെ ഇഞ്ചേർഡ് ആയി. പിന്നെ ബാക്കപ്പ് ആയിട്ട് എടുത്തവരും വലിയ ഫോം ഒന്നുമില്ല. ആ ഒരു രീതിക്ക് കളിക്കുമ്പോൾ ഇംഗ്ലണ്ടിന് വളരെ അപ്പർ ഹാൻഡ് ആയിട്ട് കംഫർട്ടബിൾ ആയിട്ട് പ്ലേയേഴ്സിന്റെ ഇൻഡിവിജ്വൽ ബ്രില്യൻസ് കാരണം ഒരു കംഫർട്ടബിൾ ഫീൽ ആയിട്ടുണ്ടാവും. അതുകൊണ്ട് തന്നെയായിരിക്കും അന്നത്തെ ഒരു പെർഫോമൻസ് അത്രയും നന്നായതും. സോ മിഡ്ഫീൽഡിന്റെ കാര്യത്തിൽ സ്പെയിനിനൊന്നും പേടിക്കാനില്ല. ഓക്കെ, ഇനി ഫർസീനിലേക്ക് വന്നത് സപ്പോസ് 90 മിനിറ്റ് കളിയുടെ 90 മിനിറ്റ് ആയപ്പോ 0-0 അല്ലെങ്കിൽ 1-1 ഈക്വൽ ആയ കളി എക്സ്ട്രാ ടൈമിലേക്ക് പോകും. അപ്പൊ സ്പെയിനിന് വരുന്ന ഒരു കുറവ് എന്ന് വെച്ചാൽ വിങ്ങേഴ്സ് ഒക്കെ സ്റ്റാമിന ഡ്രൈ ഔട്ട് ആയി കാണും. അവർക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ ആളില്ല. ഈ ഒരു അവസ്ഥയിൽ നോക്കിയാൽ ഇംഗ്ലണ്ടിന് അപ്പർ ഹാൻഡ് ഇല്ല. തീർച്ചയായും കളി എക്സ്ട്രാ ടൈമിൽ പോവാണെങ്കിൽ ഇംഗ്ലണ്ട് തന്നെ കപ്പാറാണ്. കാരണം ഈ വിങ്ങേഴ്സ് എക്സോസ്റ്റഡ് ആയിരിക്കും. പിന്നെ നമുക്ക് തോന്നിപ്പോ ലാസ്റ്റ് ടൈം ഈക്വലൈസർ അറ്റാക്കുന്ന ആ ഒരു അവസ്ഥയാണെങ്കിൽ പോലും നമുക്കൊന്ന് 80 മിനിറ്റ് ആകുമ്പോൾ തന്നെ 2 യമാലിനെ നിക്കോ വില്യംസിനെ അടിക്കാൻ ജൂഡ് ബെല്ലിംഗാം ഉണ്ട്. അങ്ങനെ അല്ലെങ്കിൽ സംഭവിച്ചാൽ പോലും ഇപ്പൊ എന്തായാലും ഓൾറെഡി യമാൽ നിക്കോ വില്യംസ് ഡിഫൻസീവ് ടാക്ടിക്സിന്റെ ഭാഗമായിട്ട് പോയിട്ടുണ്ടാവും ഓൾറെഡി. അങ്ങനെ അവർ കഴിഞ്ഞ മാച്ചിൽ പോയതുപോലെ പോയെങ്കിൽ പിന്നെ ഉള്ളത് ഫെറാൻ ടോറസ് ഒക്കെയാണ്. ഇവരൊക്കെ വന്നാൽ എന്തായാലും ഇംഗ്ലണ്ട് തന്നെയാണ് അഡ്വാൻറ്റേജ് ഉള്ളത്, സ്പെയിനല്ല. അപ്പോ ഈ സ്പെയിന് ശ്രദ്ധിക്കേണ്ട കാര്യം ഈ പ്ലേയേഴ്സ് യങ് പ്ലേയേഴ്സ് ആണ്. അവർക്ക് സ്റ്റാമിനക്ക് അങ്ങനെ പ്രശ്നം വരും തോന്നുന്നില്ല. ഇവരെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോയാൽ മതി. ഇവരെ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് ബാക്കിയുള്ള പ്ലേയേഴ്സിന് സർക്കുലേറ്റ് ചെയ്ത് വലിയ ഇഷ്യൂ വരും തോന്നുന്നില്ല. അപ്പൊ എങ്ങാൻ ഇവരെ വലിച്ചാലും ഇംഗ്ലണ്ടിന്റെ ഫൈനലിലെ ടാക്ടിക്സ് മിക്കവാറും സ്പെയിന്റെ കാലിൽ ബോൾ കൊടുക്കുക, എന്നിട്ട് ബോൾ കിട്ടി അത് തിരിച്ച് കൗണ്ടർ ചെയ്യുക എന്നതായിരിക്കും. അപ്പൊ കൗണ്ടറിൽ സ്പെയിനിലുള്ള ആ ഒരു ഡിഫെൻസീവിലുള്ള ആ ഒരു പേസിന്റെ കുറവും ഇംഗ്ലണ്ടിലുള്ള ആ ട്രാൻസിഷനും കൂടി ആകുമ്പോൾ ഇംഗ്ലണ്ടിന് ഭയങ്കര അപ്പർ ഹാൻഡ് ആയിരിക്കും. അതൊരു അപ്പർ ഹാൻഡ് ഉണ്ട്. കാരണം ജോർജിയ നമുക്ക് എവിടെ കാണാൻ പറ്റും. കാരണം ജോർജിയക്ക് അത് എന്താ പറയുന്ന ജോർജിയന്റെ ക്വാളിറ്റി കുറവായതുകൊണ്ടാണ് അവർക്ക് ബോൾ അത്യാവശ്യം ബോൾ ചെയ്ത് ഇപ്പൊ ലൂസ് ബോൾസ് ഒക്കെ 50-50 ബോൾസ് ഒക്കെ അവർക്ക് ചെയ്യാൻ പറ്റിയിരുന്നില്ല. അങ്ങനെ പറ്റിയാൽ നല്ല കൗണ്ടേഴ്സ് ഇവ നമുക്ക് സാക്കാനും ലൂക്ക് ഷോനൊക്കെ വെച്ച് ചെയ്യാൻ പറ്റും, ബെല്ലിംഗാമിനൊക്കെ വെച്ച് ചെയ്യാൻ പറ്റും. അപ്പോ എന്ന് പറഞ്ഞാൽ ആ ഒരു അഡ്വാൻറ്റേജ് നമുക്കുണ്ട്. ഫസ്റ്റ് ഹാഫ് ജോർജിയ ആയിരിക്കും നോക്കൌട്ട്സിൽ സ്പെയിൻ ഏറ്റവും ചാലഞ്ചിങ് ആയ ജോർജിയക്ക് അന്ന് പറ്റിയത് അവര് സെക്കൻഡ് ഹാഫിലേക്ക് തിരിച്ചിങ്ങോട്ട് കിട്ടിയപ്പോ അവര് സ്കോർ ചെയ്യാൻ നോക്കി. അപ്പൊ ഒരു വൈഡ് ലോ ബ്ലോക്ക് ആയതിനു ശേഷം സെന്ററിൽ കൂടെ ഓൾമോ കയറി അറ്റാക്ക് ചെയ്ത് അതോടെ അവരെ ഡിഫൻസ് ഒന്നായിട്ട് ഷാറ്റേഡ് ആയിപ്പോയി. അതാണ് പറ്റിയത്. അത് പിന്നെ അവരുടെ പ്ലേയേഴ്സ് ലെവൽസ് ഒക്കെ കോപ്പ് ചെയ്യാൻ പറ്റില്ല. പിന്നെ ജർമ്മനിക്ക് ഇവിടെ ഇംഗ്ലണ്ടിനെല്ലാം പേസി പ്ലേയേഴ്സ് ആണല്ലോ. ജർമ്മനി 60 മിനിറ്റ്സ് 70 മിനിറ്റ്സ് വരെ സ്പെയിൻ ആണ് നല്ല അപ്പർ ഹാൻഡ് ജർമ്മനി. പക്ഷെ ജർമ്മനി അത് കഴിഞ്ഞിട്ട് വേർഡ്സിനൊക്കെ ഇറക്കി ഇഷ്ടം പോലെ കൗണ്ടർ കിട്ടുക. അത് ഫുള്ള് റോഡ്രിഗനായിരുന്നു ലോഡ്. വേറെ ആർക്കും ഉണ്ടായി, വേറെ ഒരു പ്ലെയറും എന്താ പറയുക ട്രൈ ചെയ്ത് പോലും ഇല്ല. അപ്പൊ അങ്ങനെ അങ്ങനത്തെ ഒരു 60-70 മിനിറ്റ്സ് കഴിഞ്ഞാൽ ഇംഗ്ലണ്ടിന് നല്ല ഇപ്പോ സിറ്റ് ബാക്ക് ചെയ്യുകയാണെങ്കിൽ നല്ല രീതിയിൽ കൗണ്ടർ ചെയ്യാൻ പറ്റും. അപ്പോ ആ ടൈമിൽ ഇറക്കേണ്ട പ്ലെയർ ആണ് പാമർ, ഗോർഡൻ. ഇവരൊക്കെ ഇറക്കിയെങ്കിൽ പാമർ, ഗോർഡൻ, സാക്ക, വാട്കിൻസ് ഇവരൊക്കെ ആ ഒരു 70 മിനിറ്റ്സ് ആകുമ്പോൾ ഇറക്കിയെങ്കിൽ ഫുൾ ഫ്ലെക്സ് കൗണ്ടർ നല്ല കൗണ്ടർ ഇടാം. സ്പെയിനിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. കാർവാൽ സ്ലോ ആണ്, ലെനോർമാൻ സ്ലോ ആണ്, ലപ്പോർട്ടോ വലിയ സ്പീഡുള്ള പ്ലെയർ അല്ല, കുക്കുറയ വലിയ സ്പീഡ് ബാക്കിന് ഉള്ള സ്പീഡേ പുള്ളിക്കുള്ളൂ. അപ്പോ അതൊക്കെ നന്നായി എക്സ്പ്ലോയിറ്റ് ചെയ്യാൻ പറ്റും വിങ്ങേഴ്സ് സബ് ചെയ്ത് പോയാൽ തന്നെ. അപ്പോ അതൊക്കെ എക്സ്പ്ലോയിറ്റ് ചെയ്യാനാണ് കൗണ്ടർ. പക്ഷെ സ്പെയിനിന്റെ പ്രസിങ്ങിനോടാണ് ഇംഗ്ലണ്ടിന് പ്രശ്നമാവുക. അവർ ഐ പ്രസ് ചെയ്യുന്ന ടീം, അവർക്ക് ഒരു ചെറിയ ഗ്യാപ്പ് പോലും കൊടുക്കാൻ പറ്റൂലാത്ത ഒരു രീതിക്കുള്ള പ്രസിംഗ് ആണ്. ഇംഗ്ലണ്ടാണെങ്കിൽ മിഡ്ഫീൽഡിലായാലും അല്ല, അവരൊരു കൗണ്ടർ ഇടുകയാണെങ്കിൽ തന്നെ അത് പെട്ടെന്ന് റിക്കവർ ചെയ്യാൻ പറ്റുന്ന ഒരു ടീമാണ്. അവിടെയാണ് മെയിൻ പ്ലേയേഴ്സിന്റെ ഇമ്പോർട്ടൻസ്. പുള്ളിക്ക് ഈ കൗണ്ടർ പ്രസിലൊക്കെ ഈ ബുസ്കേറ്റ്സ് ഒക്കെ എന്താ പറയുന്ന ഗ്ലൈഡ് ചെയ്ത് പോകുന്ന ആ ഒരു കഴിവുള്ള ഇംഗ്ലണ്ട് തീരെ അങ്ങനത്തെ പ്ലേയേഴ്സേ വരുത്തില്ല. ആ ഒരു ഗ്ലൈഡ് ചെയ്ത് എന്താ പറയുന്ന ആർട്ട് ഓഫ് ഈ ഡിഫൻസീവ് മിഡ്ഫീൽഡ് സെന്റർ ബാക്കിനിടയിലുള്ള ഗ്യാപ്പ് ഇല്ല, ആ പോയിന്റ് വെച്ചിട്ട് ആർട്ട് ഓഫ് മിഡ്ഫീൽഡിൽ ഇത് ക്രൂഷ്യൽ എന്താ പറയുക ഡ്രിബിൾസ് ഒക്കെ ഇട്ടിട്ട് പ്ലേയേഴ്സിനെ സ്കിപ്പ് ചെയ്ത് പോകാനുള്ള കഴിവ് ഇംഗ്ലണ്ട് അങ്ങനത്തെ പ്ലേയേഴ്സ് ഉണ്ടാക്കില്ല. ഇല്ല, ഇംഗ്ലണ്ടിന്റെ 2 പ്ലേയേഴ്സും സ്കേഡാണ്. ലൈക്ക് ഷോർട്ട് പാസസ് റിസീവ് ചെയ്ത് കളിക്കാൻ സ്കേഡാണ്. ആ ഒരു പിച്ചിന്റെ ഏരിയന്ന്, സെന്റർ ഓഫ് ദ പിച്ചിന്റെ ഏരിയന്ന് ലൈക്ക് ഡയറക്ട്ലി കീപ്പറിന്റെ കയ്യിൽ നിന്ന് റിസീവ് ചെയ്യാൻ ഒരു സ്കേഡി ടൈപ്പ് ഓഫ് പ്ലേയേഴ്സ്. റൈസ് ആയാലും പ്രിഫർ ചെയ്യുന്ന ലോങ് ബോൾസ് കളിക്കാനാണ്. മെയിന് ബെറ്റർ ആണ്.
ഡ്രിബിൾ മെയിൻ ചെയ്യാനൊക്കെ കുറച്ചുകൂടെ എന്താ ഈ പ്രസ് കോൺഫിഡന്റ് ആയിട്ടുള്ള പ്ലെയറാണ്. മെയിൻ കൗണ്ടർ ഈ പ്രസ് ചെയ്യുമ്പോ ഒക്കെ എന്താ പറയുന്നത് അതിനെ അഡ്വാൻറ്റേജ് എടുത്തിപ്പോ ഡ്രിബിൾ ചെയ്തിട്ട് ഇപ്പൊ ഒരേ ടീം 2-3 പ്ലേയേഴ്സിനൊക്കെ എന്താ പറയുക ഡ്രൈവ് ചെയ്ത് ഒഴിവാക്കി പോകാൻ പറ്റുന്നത്. അപ്പൊ അങ്ങനെ മെയിൻ പ്ലേയേഴ്സ് ഈ ഒരു സിറ്റുവേഷനാണ് കൗണ്ടർ പ്രസിങ്ങിന്റെ സിറ്റുവേഷനാണ് യൂസ് ചെയ്യേണ്ടത്. അപ്പോ പുള്ളി നല്ല പാസർ കൂടിയാണ്. ഇപ്പൊ ഓബ്വിയസ്ലി ലാസ്റ്റ് ടൈം ഒരു 70-60 മിനിറ്റ്സ് ബോൾ ലൂസ് ചെയ്യുമ്പോൾ എന്തായാലും പ്രസ് ചെയ്യും. സ്പെയിനാണ് എന്തായാലും പ്രസ് ചെയ്യാതിരിക്കല. അപ്പോ ഇപ്പൊ റോഡ്രി ഫാബിയാനെ കയറി വരുമല്ലോ. അപ്പൊ അവരെ ഇപ്പൊ 1-2 ഡ്രിബിൾസിൽ എന്താ പറഞ്ഞ മറികടന്ന ഒരു ത്രൂ ബോൾ മതി എന്തായാലും. കാർവാലോ നാച്ചോവും വലിയ സ്പീഡുള്ള പ്ലെയർ അല്ല. അപ്പോ എന്തായാലും ഈസിലി കൗണ്ടർ അടിക്കാൻ പറ്റും. എനിക്ക് തോന്നുന്നത് റോഡ്രി ഒരു 3-man സെറ്റപ്പ് പോലെ ആയിരിക്കും നെക്സ്റ്റ് മാച്ച് ഉണ്ടാവുക. കാരണം ഫ്രാൻസിനോട് ഫസ്റ്റ് ഒരു 60 മിനിറ്റ്സ് വരെ റോഡ്രി അങ്ങനെ തന്നെ കളിച്ചത്. ഒരു 3-man സെറ്റപ്പ് പോലെ കംപ്ലീറ്റ്ലി ഡിഫെൻസീവ് ആയിട്ടാണ് കളിച്ചിട്ടുണ്ടായിരുന്നത്. എന്നാലും ഫ്രാൻസിന് കുറെ റൺസ് ഒക്കെ കിട്ടിയിട്ടുണ്ട്. പക്ഷെ ഫ്രാൻസിനെ പോലെ അല്ല, കുറച്ചും കൂടി ബെറ്റർ ആയിരിക്കും നമ്മളെ. ഈ പാമർ വന്നാൽ പാമർ പിന്നെ അതേപോലെ തന്നെ കൗണ്ടർ അറ്റാക്കിൽ ഭയങ്കര ഡേഞ്ചറസ് പ്ലെയർ ആണ്. സെന്റർ ഓഫ് ദ പാർക്കിൽ ബോൾ കിട്ടിയാൽ പുള്ളി സൈഡിലേക്ക് ത്രൂ ബോൾ ഇടുന്നത് പ്രൊഡിക്ട് ചെയ്യാൻ പറ്റില്ല. പാമർ ഒക്കെ എന്തായാലും 60 മിനിറ്റ്സ് ആയിട്ട് വരണം. കെയിനെ ഇതുപോലെ സിറ്റുവേഷൻ കെയിൻ ഒരു എന്താ പറയുന്ന യൂസ്ലെസ് പ്ലെയർ ആണ്. കെയിൻ ആവശ്യമില്ല. അപ്പോ ടോണിയോ വാട്കിൻസിനോ നെക്സ്റ്റ് മാച്ച് അവര് കെയിനെ ഇറക്കാത്താകും നല്ലത്. കാരണം ഇത്രയും അണ്ടർവെൽമിംഗ് ആയ ഒരു ടൂർണമെന്റ് ആണ്. നമുക്ക് റൂണി പോയ ശേഷം ഏറ്റവും ഫേവറേറ്റ് പ്ലെയർ കെയിൻ ആണ് ഇംഗ്ലണ്ട് തന്നെ. പക്ഷെ നമുക്ക് ഇങ്ങനത്തെ സിറ്റുവേഷൻ അനുസരിച്ച് നമ്മൾ എന്തോ ടാക്ടിക്സ് ചേഞ്ച് ചെയ്യണമെന്നല്ല. അപ്പോ വാട്കിൻസ് ആണ് നമുക്ക് ഏറ്റവും സൂട്ട് ചെയ്യുന്ന പ്ലെയർ പേസ് വെച്ചിട്ട്. ടോണി അത് കഴിഞ്ഞിട്ടേ വരുന്നു. വാട്കിൻസിനെ പോലത്തെ പ്ലെയേഴ്സിനെ യൂസ് ചെയ്യുന്നതാണ്. കഴിഞ്ഞ വാട്കിൻസ് ആണെങ്കിൽ ഈ സീസൺ പ്രീമിയർ ലീഗിലെ വൺ ഓഫ് ദ ബെസ്റ്റ് പ്ലെയേഴ്സ് ഏറ്റവും കൂടുതൽ GA ഉള്ള പ്ലെയറാണ്. അപ്പൊ എന്തുകൊണ്ടും അയാൾ സ്റ്റാർട്ട് ചെയ്യാൻ ഡിസൈഡ് 19 ഗോളും 10+ അസിസ്റ്റും ഉണ്ട്. അപ്പൊ പുള്ളിയായിരിക്കും കാര്യം സംസാരിച്ചു വരുമ്പോ എനിക്ക് തോന്നുന്നു ഇംഗ്ലണ്ടിന് ഏറ്റവും കൂടുതൽ തലവേദന ഉണ്ടാക്കാൻ പോകുന്നത് ഒബ്വിയസ്ലി അൽവാരോ മൊറാട്ട ആയിരിക്കും. അൽവാരോ മൊറാട്ട എങ്ങനെ പിടിച്ചു കെട്ടാനായിരിക്കും ഇംഗ്ലണ്ടിന്റെ ഒരു പ്ലാൻ? അതന്നെ അൽവാരോ മൊറാട്ട ഞങ്ങൾക്ക് തോന്നുന്നു റൈസിനായിരിക്കും കൂടുതൽ തലവേദന. റൈസും സ്റ്റോൺസും സെൻട്രൽ പ്ലെയേഴ്സിനായിരിക്കും. കാരണം സ്റ്റോൺസ് ഈ മൊറാട്ടന്റെ പുറകെ പോകണമെങ്കിൽ ആ സെൻട്രൽ ഒരു വോയിഡ് എന്തായാലും വരും. എന്തായാലും പോണ്ട്. അങ്ങനെ പോവാണെങ്കിൽ ഈ ബാക്ക് 3 കളിക്കുമ്പോൾ അതാണ് പ്രശ്നം. ഒരു സെൻട്രൽ ബാക്ക് കയറി പോയെങ്കിൽ വലിയൊരു വോയിഡ് വരാൻ ചാൻസ് ഉണ്ട്. പിന്നെ റൈസിനാണ് പിന്നെ അവിടെ ഓവർലോഡ് വരുന്നത്. അപ്പോ ഈ റൈസും സ്റ്റോൺസും ഈ മൊറാട്ടനെ പുറകെ പോകും എന്തായാലും. കാരണം മൊറാട്ട ഇറങ്ങി വേണ്ടി കളിക്കുന്ന പ്ലെയർ ആണ്. പിന്നെ എങ്ങാനും ഇപ്പൊ കൗണ്ടർ അറ്റാക്കിലാണെങ്കിൽ അവർക്ക് ഓടിയെത്താനും പറ്റില്ല. മൊറാട്ടന് അത്ര ബേസിയ പ്ലെയർ ആണ്. എനിക്ക് തോന്നുന്നു ഏറ്റവും വലിയ അറ്റാക്കിംഗ് ത്രെട്ട് യമാലോ നിക്കോ വില്യംസ് ഒന്നുമല്ല, ഓൾമോ ഒന്നുമല്ല, മൊറാട്ട തന്നെ ആയിരിക്കും. മൊറാട്ടനെ എങ്ങനെ പിടിക്കും സൗത്ത് ഗേറ്റ് ചിന്തിക്കണ്ട. മൊറാട്ടനെ പറ്റി നമ്മൾ ആലോചിക്കുകയാണെങ്കിൽ ഒരു സ്ട്രൈക്കറിന്റെ ഒരു മെയിൻ ജോബ് എന്ന് പറയുന്നത് ഫിനിഷിംഗ് ആണ്. അത് വെച്ച് നോക്കുമ്പോൾ അയാളെ പലരും എന്താ ഷിറ്റ് എന്നൊക്കെ പറയുമെങ്കിലും പക്ഷെ ആസ് എ ഹോൾ പ്ലെയർ ഈസ് വെരി അൺപ്രഡിക്റ്റബിൾ. അയാളെ മൂവ്മെന്റ്സ് ടീമിനെ ഏറ്റവും കൂടുതൽ മാറ്റർ ചെയ്യുന്നതാണ്. അയാള് ഹൈ IQ ഉള്ള പ്ലെയറാണ്. ലൈക്ക് ഫുട്ബോൾ IQ ലെവൽ നല്ല കിടിലം പ്ലെയർ ആണ്. ഒരു ഫോൾസ് നയൻ ആയിട്ടാണ് ഈ ടൂർണമെന്റ് മോസ്റ്റ്ലി കളിച്ചിട്ടുള്ളത് പൊസിഷൻ നോക്കുകയാണെങ്കിൽ. അറ്റ് ദ സെയിം ടൈം സ്ട്രൈക്കർ റോളിൽ എത്തുമെങ്കിലും ഈ ഓൾമോ വരുമ്പം അയാള് ഒരു ഫോൾസ് നയൻ സെറ്റപ്പിലാണ് ഉണ്ടാവുക. അവിടെ നിന്നിട്ട് ഓൾമോനുള്ള റൺസ് എടുക്കാനുള്ള സ്പേസ് ഉണ്ടാക്കലും കംപ്ലീറ്റ്ലി ഓപ്പണൻസിന് അയാൾക്ക് ഡ്രൈവ് ചെയ്തെടുത്ത് സ്പേസ് ഉണ്ടാക്കലാണ് മൊറാട്ട ഈ സീസൺ മൊത്തം ചെയ്തിട്ടുള്ളത്. ആൻഡ് ഈസ് ബ്രില്യൻ അറ്റ് ദാറ്റ്. ആ ഒരു സ്പേസിൽ തന്നെയാണ് അവരെ മൊത്തം അറ്റാക്കും ഫങ്ഷൻ ചെയ്യുന്നത്. സോ റൈസോ സ്റ്റോൺസ് കമ്പാരിറ്റീവ്ലി ഒരു സ്ലോവർ പ്ലെയർ ആണ്. മൊറാട്ട ഇറങ്ങി വരുമ്പോ എന്താ കിട്ടണ ആ ഒരു സ്പേസ് നന്നായി മുതലെടുക്കാൻ അറിയുന്നവരാണ് ഇവിടെ ഉള്ളതും. ഡാനി ഓൾമ ആയാലും ലമീൻ യമാൽ ആയാലും ഫർദീൻ. അപ്പൊ എനിക്ക് തോന്നുന്നു ഇംഗ്ലണ്ടിന് ഈസി മാച്ച് ആയിരിക്കില്ല ഒരിക്കലും. നമ്മൾ ഇതുവരെ കണ്ടതുപോലെ തന്നെ ബിഫോർ 75 മിനിറ്റ്സ് കളി തീർക്കാനായിരിക്കും സ്പെയിൻ നോക്കുക മാക്സിമം. കാരണം ഇംഗ്ലണ്ടുകാരന് ലാസ്റ്റ് മിനിറ്റ്സിൽ തിരിച്ചു വരുന്നതാണ്. 10 മിനിറ്റ്സ് തിരിച്ചു വന്നതാണ് ഇംഗ്ലണ്ട് എല്ലാ കളിയിലും. തിരിച്ചു വന്നാൽ ഡ്രോ ആക്കി കംബാക്ക് നടത്തിയ ടീമാണ്. അപ്പോ മാക്സിമം കളി എന്താ പറയുന്നത്, കളി മാക്സിമം മുമ്പേ സ്ലീപ്പിൽ ഇടാൻ നോക്കും. 2-0 3-0 മാക്സിമം ഒരു ഗോൾ ഒന്നും നിൽക്കില്ല സ്പെയിന്. ഇംഗ്ലണ്ട് എങ്ങാനും ഒന്നും അടിച്ച സ്റ്റാർട്ടിങ്ങിന് പിന്നെ ഫുള്ള് എന്താ പറയുക ലോ ബ്ലോക്കിലായിരിക്കും കളി. സ്പെയിൻ കോൺസ്റ്റന്റ് 3 ഗോൾ വരെയല്ല സ്പെയിൻ എന്തായാലും അറ്റാക്ക് ചെയ്തോണ്ട്
ഇംഗ്ലണ്ടിന്റെ മെയിൻ പ്രശ്നം എന്ന് പറഞ്ഞാല് മിഡ്ഫീൽഡിൽ കുറെ സ്പേസ് കൊടുക്കും. സ്പെയിൻ ഏറ്റവും കൂടുതൽ ത്രൈവ് ചെയ്യുന്ന സ്ഥലം അവിടെയാണ്. മിഡ്ഫീൽഡ് ഫോർഡൻ പ്ലേയേഴ്സും ആയാലും ബെലിംഗം ആയാലും രണ്ടാളും കേറി പോവുക ചെയ്യുന്നത്. പിന്നെ തിരിച്ചു വരവ് കുറവാ. ലൈക് ബെല്ലിംഗം ഒരു സൈഡ് കവർ ചെയ്യെങ്കിലും എന്താ കറക്റ്റ് പ്ലെയറിന്റെ അടുത്തേക്ക് സ്പേസ് പെനിട്രേറ്റ് ചെയ്യാനോ അതൊന്നല്ല നോക്കുക. ബോളിന്റെ പുറകെ ഓടുന്നേ ഉള്ളൂ. പക്ഷെ ആ ഒരു സ്പേസ് എപ്പോഴും അവിടെ വോയിഡ് ആയിട്ട് കിടക്കും. ഫോർഡൻ ആ രണ്ടാളതും സിറ്റി മെന്റാലിറ്റി ഫോർഡൻ തിരിച്ചു കൊണ്ടുവരണം പ്രസ്സിംഗിലല്ലോ. കാരണം തീരെ അതെ പുള്ളി ഓഫ് ദ ബോൾ പ്രസ് ചെയ്യുന്നില്ല. സിറ്റിയിലൊക്കെ ചത്ത് പണിയെടുക്കുന്ന പ്ലെയറാണ് ഫോർഡൻ. ഒരു ഗ്യാപ്പും കൂടി കൊടുക്കുന്നില്ല. പക്ഷെ ആ ഒരു 120 ടാക്ടിക്കൽ മിനിറ്റ്സ് വരെ കൂളായിട്ട് കളിക്കും. അങ്ങനെ ടാക്ടിക്കൽ ഡിഫറൻസ് ആയിരിക്കും. എന്നാൽ പോലും ആ സാക്കൊക്കെ നന്നായി പ്രസ് ചെയ്യുന്നുണ്ട്. ഫോർഡൻ കുറച്ചുകൂടി പ്രസ് ചെയ്യണം. ഫോർഡൻ വിചാരിച്ചിട്ട് കാര്യമില്ല. കാരണം ഇംഗ്ലണ്ടിന്റെ പ്ലേ അത്രയും ഹൈ എൻഡ് പ്രസ്സിംഗ് പ്ലേ അല്ല. അപ്പോ എന്താ പ്രസ്സിംഗ് എന്ന് വെച്ചാൽ ഒരു പ്ലെയറിനെ കൊണ്ട് സാധിക്കണതല്ല. ഓൾ ടീം അതന്നെ, ഓൾ ടീമാണ്. അല്ല കുറച്ചും കൂടി ഇപ്പൊ പറയുന്ന തീരെ എടുക്കെടുക്ക് പ്രസ് ചെയ്യും. കാരണം കോൺസ്റ്റന്റ് ഒരു പൊസിഷനിൽ ഉണ്ടാവും. ഏതെങ്കിലും ഒരു പൊസിഷനിൽ ചിലപ്പോ അവർക്ക് എന്താ പറയുക മിഡ്ഫീൽഡ് ബോൾ ലൂസ് ആവും. അപ്പൊ അതുപോലത്തെ ടൈമിന് എടുക്കൊന്ന് പ്രഷർ ചെയ്യണം. പ്രഷർ ചെയ്യാതിരിക്കാൻ പറ്റില്ല. സാക്കൊക്കെ അത് എടുക്കെടുക്ക് ചെയ്യാറുണ്ട്. ഫോർഡൻ കുറച്ചുകൂടി ചെയ്യണമെന്നാണ്. ഫോർഡന്റെ ഒരു അതുകൊണ്ടാണ് ക്വാളിറ്റി ഞാൻ കാണുന്നതില്ലേ. ഇംഗ്ലണ്ട് ഇതുവരെയും പഴിയേറ്റോണ്ട് നിന്നത്. അതെ, പക്ഷെ ഫോർഡന്റെ ഒരു ക്വാളിറ്റി ഉണ്ട്. അവൻ എപ്പോഴും റിസീവ് ചെയ്യാൻ റെഡി ആയിട്ട് നിൽക്കുന്നുണ്ടാവും. എല്ലാ സ്പേഷ്യൽ അവയർനെസ് ഉള്ള ഒരു പ്ലെയറാ. എപ്പോഴും ഒരു റിസീവിങ് എൻഡിൽ ഉണ്ടാവും. പക്ഷെ ടീംമേറ്റ്സ് എപ്പോഴും വേറെ ഒരു വഴിക്കാ പോവാ. ഒന്നെങ്കിൽ ബാക്ക് പാസ് ചെയ്യും, അല്ലെങ്കിൽ വെറുതെ ക്രോസ് കൊടുത്തിട്ട് ബോൾ ലോസ്റ്റ് ആവും. അത് നമ്മളെ പ്രോഗ്രസീവ് മിഡ്ഫീൽഡേഴ്സിലാക്കി ചെയ്യുന്നതാണ്. മെയിനും ഒക്കെ അതിൽ കുറച്ച് സ്റ്റെപ്പ് അപ്പ് ആയി. മെയിൻ വന്നതിന് ശേഷമാണ് ഫോർഡന് കുറച്ച് കളിക്കാൻ തുടങ്ങിയത്. പ്രോഗ്രസീവ് മിഡ്ഫീൽഡേഴ്സിനെ ലാക്ക് ചെയ്യുന്നുണ്ടാണ്. വീഡിയോ കഴിയാനായി ഇനി ഫൈനലിന്റെ എന്താ നമുക്കൊരു ചെറിയൊരു പ്രഡിക്ഷനും പിന്നെ ഒരു എന്താ മാൻ ഓഫ് ദ മാച്ച് പ്രഡിക്ഷനും ഒക്കെ ചെയ്യാം. 2-0 സ്പെയിൻ. ഫാബിയൻ റൂയിസ് ആണ് എന്റെ മാൻ ഓഫ് ദ മാച്ച്. ഫാബിയൻ റൂയിസ് ആണോ എന്താ ഐ ഓൺ ദി പ്ലെയർ, അല്ലെങ്കിൽ ഈ പ്ലെയറിനെ ആയിരിക്കും നമ്മൾ വാച്ച് ചെയ്യേണ്ടതൊക്കെ? ഫാബിയൻ റൂയിസ്. ഓക്കെ, ഇനി ഫർസിയിലേക്ക് വന്ന എന്തായിരിക്കും കളി കഴിയുമ്പോഴുള്ള അവസ്ഥ? പെനാൽറ്റിയിലേക്ക് പോകുമോ, എക്സ്ട്രാ ടൈമിലേക്ക് പോകുമോ, ഗോൾ സ്കോറിംഗ് നില എങ്ങനെയായിരിക്കും? മാൻ ഓഫ് ദ മാച്ച് ആരായിരിക്കും? 2-1 ഇംഗ്ലണ്ട്. മാൻ ഓഫ് ദ മാച്ച് ഫിൽ ഫോർഡൻ. ഇതുവരെ പുള്ളിക്ക് ഷൈൻ ചെയ്യാൻ കഴിഞ്ഞില്ല. ഈ ഫൈനലിൽ പുള്ളി സ്റ്റെപ്പ് അപ്പ് ചെയ്യുന്നതാണ്. എന്താ ഇതുവരെ ഒരുപാട് വർഷങ്ങൾക്ക് ശേഷമാണ് എന്താ ഒരു ഫൈനൽ ഔട്ട് ഓഫ് ഇംഗ്ലണ്ട് കളിക്കുന്നത്. നമ്മൾ എടുത്തു നോക്കിയാൽ വെംബ്ലിയിൽ ജയിക്കാൻ പറ്റാത്ത ഇംഗ്ലണ്ടിന് ജർമ്മനിയിൽ ജയിക്കാൻ പറ്റുമോ? ആണ് പ്രതീക്ഷ. ഇംഗ്ലണ്ട് ഫാൻ എന്ന നിലയിൽ പ്രതീക്ഷ വെക്കാനല്ലേ പറ്റൂ. ഓക്കെ, അപ്പൊ എന്താ ഒരു നല്ലൊരു ഫൈനൽ എന്താ നമ്മൾ ഇതുവരെയും കണ്ട യൂറോയെക്കാളും അടിപൊളി ഫൈനൽ ആകട്ടെ എന്ന് നമ്മൾ പ്രതീക്ഷിച്ചുകൊണ്ട് ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ്. താങ്ക് യു ഫർസീൻ ആൻഡ് ഡെത്ത്.